ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും എഡ്യൂക്കേറ്റർ ലേണിംഗ് ക്ലാസ്സിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നിങ്ങൾ വീഡിയോസ് ഒക്കെ പ്രോപ്പറായിട്ട് കാണുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ വീഡിയോസിലെയും കോണ്ടന്റും കോൺസെപ്റ്റും പ്രോപ്പറായിട്ട് പഠിക്കുക. ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. കാര്യം നമ്മൾ ബൂസ്റ്റർ സീരീസിലൂടെ ചെയ്യുന്ന ഓരോ ടോപ്പിക്കുകളും ആ ചാപ്റ്ററിലെ വെയിറ്റേജും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് ആയിക്കോട്ടെ, JEE എക്സാമുകൾ ആയിക്കോട്ടെ, ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ആണ്. സോ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ +2 നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ +2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഏറ്റവും നല്ല വെയിറ്റേജ് ഉള്ള +2 ചാപ്റ്ററുകളിൽ ഒരെണ്ണമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെ നമുക്ക് 2 പാർട്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മക്കളെ, എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കുളംസ് ലോ ആണ്. അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, പക്ഷെ എക്സാമിന് പലതവണ നമ്മൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട്. സോ ഒരു വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മക്കളെ, എന്താ കുളംസ് ലോ പറയുന്നത്? നമുക്കറിയാം, കുളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. കുളംസ് ലോ നമുക്ക് നിങ്ങൾ +1 പഠിച്ച ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട്, ഗ്രാവിറ്റേഷനിൽ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അതുമായിട്ട് കണക്ട് ചെയ്ത് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊന്ന് പഠിക്കുക. 2, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയോടും ഞാൻ കൊടുക്കുന്ന ഒരു സജഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും ഇലക്ട്രോസ്റ്റാറ്റിക്സും വളരെ കണക്റ്റഡ് ആണ്. വളരെയധികം കണക്ഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷനും ഇലക്ട്രോസ്റ്റാറ്റിക്സും. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അവിടെ വേറെ ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ സ്റ്റുഡന്റ് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇപ്പം അടുത്തൊരു ചോദ്യം വരും, സർ വർക്ക് എനർജി പഠിക്കണമെങ്കിൽ അപ്പുറത്ത് ലോസ് ഓഫ് മോഷൻ നന്നായിട്ട് അറിയേണ്ടതെന്നൊക്കെ ചോദ്യം വരും. ഉറപ്പായിട്ടും അറിയണം. അതുകൊണ്ടാണ് ഇതൊക്കെ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം നല്ല ഐഡിയ ഉള്ള ആളെ സംബന്ധിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. മക്കളെ നോക്കിക്കേ, കുളംസ് ലോ എന്താ പറയുന്നത്? കുളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്കറിയാം, ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്, അതാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു Q1 Q2 2 ചാർജുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ്, ചാർജുകൾക്കിടയിൽ ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ അവർക്കിടയിലുള്ള ആ 2 ചാർജുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നാണ്. അപ്പൊ അത് അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ചാർജസ് ആണ്. ഐഡന്റിക്കൽ ചാർജുകൾ ആണെങ്കിൽ റിപ്പൽ ചെയ്യുകയും ഓപ്പോസിറ്റ് ചാർജുകൾ ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. യെസ്, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒന്നാമത്തെ കോൺസെപ്റ്റ് പഠിക്കാം. 2 ചാർജുകൾ Q1 Q2 ആണ്. അവയെ ഞാൻ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് R ഡിസ്റ്റൻസിലാണ്. സോ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജ്. അതാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ദിസ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലെ. ദ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിൻ ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇത് ഇൻവേഴ്സ് സ്ക്വയറിലോ ഒബേ ചെയ്യും. ഗ്രാവിറ്റേഷനകത്തും അത് തന്നെയാണ്. F=G m1m2/r² ആണ് ഗ്രാവിറ്റേഷണൽ ലോയും ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളംസ് ലോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കണം, ഈ 2 ലോകളും ഇൻവേർട്ട് സ്ക്വയർ ലോ ഒബേ ചെയ്യും എന്ന കാര്യം ഓർത്തിരിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് പറയാം, ദിസ് ഫോഴ്സ് F is equal to a constant. ആ കോൺസ്റ്റന്റ് എന്താ നിങ്ങൾക്ക് അറിയാം? ദാറ്റ് ഈസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഈ ഇക്വേഷൻ ഉറപ്പായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². മക്കളെ, വാട്ട് ഈസ് ദിസ് ε0? ε0 എന്ന് പറഞ്ഞാൽ ആരാ? ε0 ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താ ε0 എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയാം. ക്ലിയർ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ε0യുടെ വാല്യൂ ഓർമ്മയുണ്ടോ? ε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.86 into 10⁻⁻12.
8.85 into 10 raised to minus 12. എപ്സിലോൺ സീറോയുടെ യൂണിറ്റ് കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. എപ്സിലോൺ സീറോയുടെ യൂണിറ്റ് കാണാൻ നോക്കിക്കേ, ഇവിടെ ഫോഴ്സ് ഉണ്ട്. എപ്സിലോൺ സീറോനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, എപ്സിലോൺ സീറോനെ ഇവിടേക്ക് കൊണ്ടുപോകാം. കൊണ്ടുവന്നു. ഫോഴ്സ് ഇങ്ങോട്ട് പോരട്ടെ, വന്നു. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ 2 ചാർജുകളാണ്. ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്. അപ്പൊ കുളമ്പ് ഇൻറ്റു കുളമ്പ്, കുളം സ്ക്വയർ ന്യൂമറേറ്ററിലുണ്ട്. എപ്സിലോൺ സീറോ ഇവിടെ വരട്ടെ. അപ്പൊ കുളം സ്ക്വയർ. ഫോഴ്സ് താഴെ വന്നാൽ ന്യൂട്ടൺ, ഇത് ഡിസ്റ്റൻസ് ആണ്, അപ്പൊ മീറ്റർ സ്ക്വയർ. അപ്പൊ എന്താ ഒരു ഓപ്ഷൻ? കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഈ എപ്സിലോൺ സീറോയുടെ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. എപ്സിലോൺ സീറോയുടെ വാല്യൂ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഓർത്ത് വെക്കാൻ പണ്ട് ഞാൻ എൻട്രൻസിന് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഓഫ്ലൈനിൽ ക്ലാസ്സിലെ കുട്ടികളോട് പറയാറുണ്ട്, ഇങ്ങനെ ചുമ്മാതെ ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് ഒന്നുമില്ല, എങ്കിലും ഒന്ന് ഓർത്ത് വെക്കാം. എപ്സിലോൺ സീറോ അല്ലേ വേണ്ടത്? നമ്മൾ എഴുതുന്നത് എപ്സിലോൺ എന്നല്ലേ ആദ്യം എഴുതിയത്. ഈ എപ്സിലോൺ തിരിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ അത് 8 പോലെ ആയില്ലേ? എപ്സിലോൺ എന്നല്ലേ എഴുതുന്നത്, അത് തിരിച്ച് എപ്സിലോൺ പോലെ എഴുതിയാൽ അത് 8 പോലെ ആയി. അപ്പൊ എപ്സിലോൺ സീറോ 8.86 ഇൻറ്റു 10 raised to. അപ്പൊ സ്റ്റാർട്ടിങ് എപ്സിലോൺ സീറോയുടെ 8 ആണെന്ന് ഇവിടുന്ന് ഓർക്കാം. എപ്സിലോൺ എന്ന് എഴുതി തിരിച്ചൊരു എപ്സിലോൺ പോലെ ഇട്ടാൽ അല്ലെ, എപ്സിലോൺ തിരിച്ചിട്ടാൽ അത് 8 പോലെ ആയി. ഇനി നമ്മൾ എപ്സിലോൺ സീറോ ഇത് എവിടെ പഠിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2 പഠിക്കുന്നത്. അപ്പൊ -12 കണ്ടോ, 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ടെക്നിക്കും എന്തെങ്കിലുമൊക്കെ ചിലതിലൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ ഈ വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി നമുക്ക് ഇവിടെ 1/4π എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞൊരു വാല്യൂ പഠിക്കുന്നുണ്ട് അല്ലെ. 1/4π എപ്സിലോൺ സീറോ. അപ്പൊ അതിന്റെ വാല്യൂ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. 1/4π എപ്സിലോൺ സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 into 10 raised to 9. ഈ വാല്യൂ കൂടെ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സംഭവം സെറ്റ് ആണല്ലോ. വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. വാവ്, ഡൈഇലക്ട്രിക് മീഡിയം കംപ്ലീറ്റ്ലി ഫില്ലിംഗ്. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് അതൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ ഇപ്പൊ പഠിച്ച ഈ കോൺസെപ്റ്റില് ഇവിടെ Q1 Q2, അപ്പൊ ഞാൻ പറഞ്ഞു എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവിടെ 2 ചാർജുകൾ Q1 Q2 ഇരിക്കുന്നു. അതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ എയർ ആയിരുന്നു. ഇവിടെ ഇൻ ബിറ്റ്വീൻ ഉള്ള മീഡിയം ആരാണ്? എയർ ആയിരുന്നു. റൈറ്റ് നൗ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ വേറൊരു മീഡിയം വന്നു. വേറെ ഒരു മീഡിയത്തിനെ നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്തു. ക്ലിയർ? അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് ഇവിടെ K എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മീഡിയം ഇൻ ബിറ്റ്വീൻ 2 ചാർജസ്, ആ ചാർജുകൾക്ക് ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം വന്നാൽ അവരുടെ ഇടയിലുള്ള ഫോഴ്സിന് എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം. ഫോഴ്സിന്റെ ജനറൽ ഇക്വേഷൻ ഇവിടെ അല്ല, എയർ തൊട്ട് മുമ്പ് പഠിച്ച എയറിൽ ഫോഴ്സ് ഇൻ എയർ, ഞാൻ ഫോഴ്സ് ഇൻ എയർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ തന്നെ എഴുതുന്നു. അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ? 1/4π എപ്സിലോൺ സീറോ ചാർജുകൾ Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് r² ആയിരുന്നു. ഓക്കെ അല്ലേ? റൈറ്റ് നൗ നമ്മൾ ഫോഴ്സ് ഇൻ മീഡിയം ആണ് കാണാൻ പോകുന്നത്. ഫോഴ്സ് ഇൻ മീഡിയം വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4π. ഒരു മാറ്റവും ഇല്ല. ഈ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആയിരുന്നു, അല്ലെങ്കിൽ എയർ ഉള്ളപ്പോഴത്തെ പെർമിറ്റിവിറ്റി ആയിരുന്നു. ക്ലിയർ? ഇനി റൈറ്റ് നൗ നമ്മൾ എയർ ആണോ? അല്ല, നമ്മൾ വെച്ചിരിക്കുന്നത് ഏതോ ഒരു മീഡിയം ആണ്. അപ്പൊ ആ മീഡിയം ആവുമ്പോൾ ഒബ്വിയസ്ലി പെർമിറ്റിവിറ്റി മാറും. അപ്പൊ ആ പെർമിറ്റിവിറ്റിനെ ഞാൻ എപ്സിലോൺ എന്ന് വിളിക്കുന്നു. ആ പെർമിറ്റിവിറ്റിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എപ്സിലോൺ എന്ന് വിളിച്ചു. അപ്പൊ 1/4π എപ്സിലോൺ Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് r² തന്നെയാണ്. ഡിസ്റ്റൻസ് ചാർജുകൾക്ക് മാറ്റമില്ല, ഡിസ്റ്റൻസിന് മാറ്റമില്ല. ആകെ ആര് മാത്രമേ മാറിയിട്ടുള്ളൂ? മീഡിയം മാത്രമേ മാറിയിട്ടുള്ളൂ. അവിടെ അതിന് ഇൻ ബിറ്റ്വീൻ വെച്ചിരിക്കുന്ന മീഡിയം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും, അവന് മാത്രമേ മാറ്റമുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, എപ്സിലോൺ, ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാ? ആക്ച്വലി എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ ഇൻറ്റു K ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ സീറോ ഇൻറ്റു K ആണ്. എപ്സിലോൺ സീറോ എന്തായിരുന്നു? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. K എന്താ? എപ്സിലോൺ എന്താ? പെർമിറ്റിവിറ്റി ഇൻ മീഡിയം. K എന്താ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. മറക്കരുത്, അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഇൻ മീഡിയം ആണ്, വേർ K ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ഇവിടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ, അത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാൻ പോവാണ്. ദയവ് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം.
മക്കളെ ഫോഴ്സ് ഇൻ എയർ 1/4πε0 Q1 Q2 by r² ആയിരുന്നു. ഫോഴ്സ് ഇൻ മീഡിയം 1/4πε Q1 Q2 by r ആണ്. ഞാൻ എപ്സിലോണിനെ ഈ വാല്യൂ കൊണ്ട് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇൻ മീഡിയം വിച്ച് ഈസ് ഈക്വൽ ടു 1/4π. എപ്സിലോണിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു കെ എന്ന് കൊടുക്കാം. ഇൻറ്റു കെ Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ കെ ഒഴിച്ച് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നിങ്ങൾ നോക്കിക്കേ. കെ ഒഴികെ, കെനെ മാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്ക്. ഈ കെ ഒഴികെ ബാക്കിയുള്ളവരെ നോക്കിയാൽ അത് എയറിന്റെ ആണോ? അപ്പൊ എയറിനെ 1/k കൊണ്ടല്ലേ ചെയ്തത്? യെസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ കെ ആണ്. അതായത് മീഡിയത്തില് ഒരു മീഡിയത്തിന് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് നിങ്ങൾ രണ്ട് ചാർജുകൾ കൊണ്ട് പ്ലേസ് ചെയ്താൽ അവിടുത്തെ ഇഫക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് കുറയണം. എത്ര ടൈംസ് കുറയണം? 1/k ടൈംസ്. ക്ലിയർ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതായത് നിങ്ങൾ സിമ്പിൾ ലോജിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലോജിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ചാർജുകൾ ഇങ്ങനെ ഇരിക്കുന്നു, അവർക്കിടയിൽ വേറെ മീഡിയം ഒന്നും ഇല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇൻ ബിറ്റ്വീൻ നിങ്ങളൊരു മീഡിയം കൊണ്ട് പ്ലേസ് ചെയ്താൽ, ഒരു മീഡിയം കൊണ്ട് അതിനകത്ത് വെച്ചില്ലേ, അപ്പൊ നാച്ചുറലി എന്ത് ചെയ്യണം? ഫോഴ്സ് കുറയണം. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ഞാൻ പണ്ട് ക്ലാസ്സിൽ ഇങ്ങനെ തമാശയ്ക്ക് പറയും. ഞാൻ എന്തായാലും അത് ചുമ്മാ പറയാം, തമാശയൊന്നും അല്ല, എങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പം ഇത് നിങ്ങളിൽ ഒരാളാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അസ്യൂം ചെയ്യും. ഹായ്, ഇത് നിങ്ങളാണ്, ഇത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആണ്. ഇതാണ് ഒരു ചാർജ്, ഇതാണ് മറ്റേ ചാർജ് എന്ന് വിചാരിക്കുക. നിങ്ങൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയത്. ഇത് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ബെസ്റ്റി വന്ന് ചാടി എന്ന് വിചാരിക്കുക. നിങ്ങൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയരുത്. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാ, ഒരിക്കലും കുറയാൻ പാടില്ല. ബെസ്റ്റി ആയിട്ട് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായി പോകട്ടെ. നല്ല റിലേഷൻഷിപ്പിനെ പറ്റി, ഞാൻ റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊന്നും ആരും കമന്റ് ചെയ്യരുത്. ഇതെങ്ങനെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാനുള്ള കഷ്ടപ്പാടാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം ഇത് നിങ്ങളായിരുന്നു, ഇത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളാണ്, ഇത് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആണ്. നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു, അതായത് വളരെ നല്ലൊരു സ്നേഹബന്ധത്തിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇൻ ബിറ്റ്വീൻ ആര് വന്ന് ചാടി? ബെസ്റ്റി വന്ന് ചാടി. ബെസ്റ്റി വന്ന് പറഞ്ഞ്, മക്കളെ ഇതൊന്നും പാടില്ല, പോയിരുന്ന് പഠിക്ക്. ഈ ബെസ്റ്റി നിങ്ങളോട് വന്ന് പറയാണ്, പോയി എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ ക്ലാസ്സസ് പോയി കണ്ട് മര്യാദക്ക് പഠിക്ക്, അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തരികയാണ് ഈ കുട്ടി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ മീഡിയം വന്നു, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു. ക്ലിയർ? സെറ്റ്? പക്കയായിട്ട് മനസ്സിലായോ? സെറ്റ് ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ? യെസ്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓർത്ത് വെക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമ്മൾ കണ്ടില്ലേ, എഫ് മീഡിയം ഈക്വൽ ടു എഫ് എയർ ബൈ കെ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കെയുടെ വാല്യൂസ് മാറും. ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ഈ കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കെ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചേ? പറ, ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. കെ എന്ന് പറഞ്ഞാൽ ഈ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആയിരുന്നു. ക്ലിയർ ആണോ? അപ്പം ഈ കെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ കെ എന്ന് പറയുന്ന വാല്യൂ, ഇഫ് കെ ഈക്വൽ ടു 1, നിങ്ങൾ ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചേക്ക ഈ വാല്യൂസ് ഒക്കെ. ഇഫ് കെ ഈക്വൽ ടു 1, കെ 1 ആകണമെങ്കിൽ അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. കെ 1 ആകണമെങ്കിൽ അവിടുത്തെ മീഡിയം, ഇൻ ബിറ്റ്വീൻ ഇതിനകത്തുള്ള മീഡിയം ആരായിരിക്കണം? എയർ ആകണം. ശരിയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ 1/4πε0 Q1 Q2 by r² എന്നാണ് എയറിന്റെ കേസിൽ നമ്മൾ പഠിച്ചത്. ഇനി അത് മീഡിയം ആയപ്പോഴത്തേക്ക് 1/4πε0 ഇവിടെ ഒരു എക്സ്ട്രാ കെ വന്നിരുന്നു.
എക്സ്ട്രാ കെ വന്നിരുന്നു ആണോ? ഇതിപ്പോ സപ്പോസ് ഈ മീഡിയം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അവിടെ എയർ ആണെന്ന് അസ്യൂം ചെയ്ത്, അപ്പൊ ഈ കെ 1 ആയി പൊക്കോളും, നമ്മുടെ ജനറൽ ഇക്വേഷൻ കിട്ടും. ക്ലിയർ? ഇനി വേറെ ഏതൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയലും ആയിക്കോട്ടെ കെ ലെസ് ദാൻ 1 ആയിരിക്കും. ഇൻസുലേറ്ററോ അല്ലെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം നമ്മൾ അവിടെ കൊണ്ടുവച്ചു, അതിന്റെ വാല്യൂ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരു മെറ്റൽ ആണ് കൊണ്ടുവെക്കുന്നതെന്ന് വിചാരിക്കുക, കെയുടെ വാല്യൂ കെ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇഫ് നമ്മൾ അവിടെ കൊണ്ടുവെക്കുന്നത് എന്തായിരിക്കണം? ഒരു മെറ്റൽ ബോഡി ആയിരിക്കണം. ഒരു മെറ്റൽ ആണ് ഇൻ ബിറ്റ്വീൻ കൊണ്ടുവെക്കുന്നതെങ്കിൽ കെയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയ സംഭവമൊന്നുമല്ല. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എഫ് എയർ ഈക്വൽ ടു എഫ് മീഡിയം. എഫ് എയർ ഈക്വൽ ടു എഫ് മീഡിയം നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചു. ഒരു രണ്ട് ചാർജുകൾ ഒരു മീഡിയത്തിൽ ഇരിക്കുന്നു, മീഡിയം ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ ആണ്, അത് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ വേറൊരു മീഡിയത്തിലേക്ക് കൊണ്ടുവച്ചാൽ ആ രണ്ട് ചാർജുകളെ വേറൊരു മീഡിയത്തിലേക്ക് കൊണ്ടുവച്ചു, വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പൊ ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് ഇറക്കി വെച്ചാൽ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം, പ്രൊവൈഡഡ് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരുന്നു. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരുന്നു, ഡിസ്റ്റൻസ് R എന്ന് തന്നെ എടുത്തിരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എയറിലുള്ളപ്പോൾ ഡിസ്റ്റൻസ് ആറും മീഡിയത്തിലേക്ക് എത്തിയപ്പോൾ ഡിസ്റ്റൻസ് R' ആയിട്ട് കുറഞ്ഞു. ഇത് R' ആണ്, ഇത് R' ആണ്, R' ആയിട്ട് കുറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. പക്ഷെ നമുക്ക് കണ്ടീഷൻ എന്താ? ഫോഴ്സ് ഇൻ എയറും ഫോഴ്സ് ഇൻ മീഡിയവും കോൺസ്റ്റന്റ് ആയിരിക്കണം, സെയിം ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ കേസ് നമുക്ക് എടുക്കാം. എന്താ? ഫൈൻഡ് ഇക്വലന്റ് ഡിസ്റ്റൻസ് ഫോർ മീഡിയം. ഇക്വലന്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എയറിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് എത്ര ഡിസ്റ്റൻസിൽ വെക്കണം? R'. അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, ഫോഴ്സ് ഇൻ ഫോഴ്സ് ഇൻ എയർ ഞാൻ എഫ് എന്ന് വിളിക്കുവാണ് ഇപ്പൊ. എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0 ചാർജ് Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R² ആയി. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഞാൻ ഫോഴ്സ് എഫ് എന്ന് തന്നെ എനിക്ക് വിളിച്ചുകൂടെ? F' എന്ന് വിളിക്കണോ? F' എന്ന് വിളിച്ചോ. അപ്പൊ എന്ത് എഴുതണം? F' ഇക്വേറ്റ് ചെയ്താൽ മതി, കാര്യം സെയിം ഫോഴ്സ് ആയിരിക്കണം. അപ്പൊ ഞാൻ എഫ് എന്ന് തന്നെ അങ്ങ് വിളിച്ചു. എഫ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്നാ വരും? 1/4πε0 ആണോ? അല്ല, എന്താ? ε0 ഇൻറ്റു കെ അല്ലെങ്കിൽ എപ്സിലോൺ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എപ്സിലോൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ ε0 ഇൻറ്റു കെ എന്നാണ് നമ്മൾ പഠിച്ചത്, ആണോ? ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R' സ്ക്വയർ. ഡിസ്റ്റൻസ് R' ആണ്. ഇനി ഇവ രണ്ടൊരു ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്? ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഇത് ഇക്വേറ്റ് ചെയ്തുകൂടെ മക്കളെ? ഇക്വേറ്റ് ചെയ്താൽ നിങ്ങളത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇത് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ വാല്യൂസ് കട്ടായി പോകും? 1/4πε0 1/4πε0 കട്ടായി പോകും. അതുപോലെ Q1 Q2 കട്ടായി പോകും, Q1 Q2 കട്ടായി പോകും, അല്ലേ? ഇതിനെ ഞാൻ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂസ് എല്ലാം കട്ടായി പോകും, ആണോ? അപ്പൊ എനിക്ക് ഇവിടുന്ന് എന്ത് പറയാം മക്കളെ? ഇവിടുന്ന് എനിക്ക് ആകെ ഇനിയും വരുന്നത് എന്താ? ഇവന്റെ സൈഡിൽ നിന്ന് 1/R² വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് എന്ത് വരും? 1/K ടൈംസ് R' എന്ന് വരും. സോ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? R² ആണോ? R² വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലേ? കറക്റ്റ് അല്ലേ? R², ഇത് K into R'². Yes, R² which is equal to K into R'², which implies R equal to root of K into R' എന്ന് വരും. യെസ്, R equal to, ഈ ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ റൂട്ട് K into R' എന്ന് എഴുതാം, അല്ലെങ്കിൽ R' equal to എന്തെന്ന് പറയാം? R' equal to R divided by root K എന്ന് പറയാം. R divided by root K എന്ന് പറയാം. ക്ലിയർ? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതല്ലേ? കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ ഒരു കാര്യം പറയാം. കോമൺ സെൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇനിഷ്യലി R ആയിരുന്നല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോഴ്സിന്റെ ഇക്വേഷനില് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേർസ് സ്ക്വയർ ലോയാ. അതായത് ഈ ഡിസ്റ്റൻസ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ കൂടിയാൽ ഫോഴ്സ് എന്തായാലും കുറയണം, ആണോ? ഇവിടെ മീഡിയം വന്നത് കൊണ്ട് നാച്ചുറലി അവരുടെ ഫോഴ്സ് എന്തായാലും കുറയും. അപ്പൊ ഇതിന്റെ ഫോഴ്സ് ഇതിനോട് ഈക്വലന്റ് ആവണമെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും നാച്ചുറലി കുറഞ്ഞു കൊടുക്കണം. ഡിസ്റ്റൻസ് കുറഞ്ഞാലേ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ വാല്യൂ കുറഞ്ഞാലേ ഈ വാല്യൂ കൂടത്തുള്ളൂ. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ വാല്യൂ കുറഞ്ഞാലേ ഇത് കൂടത്തുള്ളൂ. കാര്യം എന്താ? ഇത് കൂടണം, ഇത് ഇതിനോട് ഈക്വൽ ആവണം. അല്ലേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ആദ്യം എയർ ആയിരുന്നു, ഫസ്റ്റ് കേസിൽ എയർ ആയിരുന്നു.
അപ്പൊ ഏതോ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്, ഇരുന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ അതേ ഫോഴ്സ് എനിക്ക് ഈ മീഡിയത്തിലും കിട്ടണമെങ്കിൽ ഇവർക്കിടയിൽ മീഡിയം വന്നു പോയി. മീഡിയം വരുമ്പോൾ ഫോഴ്സ് കുറയും. അപ്പൊ ആ കുറഞ്ഞത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞേ മതിയാവും. ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ക്ലിയർ? നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ? യെസ്. അപ്പൊ ഈ റിലേഷൻ എന്തായാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഈ റിലേഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മക്കളെ ഇവിടെ നോക്കിക്കാം, നമ്മൾ ഇപ്പം പഠിച്ച രണ്ട് കോൺസെപ്റ്റ് എന്തായിരുന്നു? രണ്ട് ചാർജുകൾ Q1 Q2 അല്ലെ, ഇൻ ബിറ്റ്വീൻ കംപ്ലീറ്റ്ലി എയർ ആയിരുന്നു. അടുത്ത കേസിൽ കംപ്ലീറ്റ്ലി ഒരു മീഡിയം വന്നു. അപ്പൊ അത് രണ്ടും നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ റിലേഷൻ നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ അല്ലെ. എന്തായിരുന്നു റിലേഷൻ? റിലേഷൻ നമ്മൾ എന്തായിരുന്നു ശ്രദ്ധിച്ചിരിക്കണേ. ആർ എന്ന് പറയുന്നത് അല്ലെ റൂട്ട് കെ ഇൻറ്റു ആർ ഡാഷിനോട് റീപ്ലേസ് ചെയ്യാവുന്നതായിരുന്നു. ക്ലിയർ? ഇപ്പൊ ഇവിടെ കണ്ടതാണ്. ആർ എന്ന് പറയുന്ന വാല്യൂവിനെ റൂട്ട് കെ ഇൻറ്റു ആർ ഡാഷിനോട് റീപ്ലേസ് ചെയ്യാം ഇഫ് ദർ ഇസ് എ മീഡിയം. ആർ ഡാഷ് കംപ്ലീറ്റ്ലി ഒരു മീഡിയം വന്നാൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. റൈറ്റ് നൗ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് നോക്കിയാൽ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ ആണ് ഇത്. അല്ലാതെ ഇവിടുത്തെ ഈ ആറും ആർ ഡാഷും എടുത്ത് ഇത് വെച്ച് കമ്പൈൻ ചെയ്യല്ലേ. ഇത് തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ ആയിരുന്നു. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആറ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ? ആറില് മീഡിയം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ? കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല. അപ്പൊ ഇക്വേഷൻ ഒന്ന് അതിനനുസരിച്ച് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് F is equal to ജനറൽ ഇക്വേഷൻ 1/4πε0. 1/4πε0. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ല. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. നമ്മൾ 1/4πε0 ജനറൽ ഇക്വേഷൻ എന്താ? Q1 Q2 ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററിൽ കിടക്കുന്നവർക്കാണ് മാറ്റം വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര പോർഷനിലാണോ മീഡിയം ഉള്ളത്, എത്ര പോർഷനിലാണോ മീഡിയം ഉള്ളത് അതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് കെ ഓഫ് മീഡിയം ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് എഴുതാം. ആണോ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, റൂട്ട് കെ ഓഫ് എന്റെ മീഡിയം ആണോ ഇൻറ്റു ഡിസ്റ്റൻസ് എന്തായിരുന്നു? ആർ ഡാഷ് പ്ലസ് റിമൈനിങ് ഡിസ്റ്റൻസിൽ ആരാ ഉള്ളത്? റിമൈനിങ് ഡിസ്റ്റൻസിൽ ഇതിപ്പം റൂട്ട് കെ ഓഫ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. റൂട്ട് കെ ഓഫ് ഇതാരാ? ഇത് മീഡിയത്തിന്റെ കെ ആണ്. അപ്പൊ അടുത്തത് നമ്മൾ എഴുതുമ്പോ എന്താ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് റൂട്ട് കെ ഓഫ് ആരാ? മീഡിയം അല്ല, അടുത്ത ഇനി ആരാ ഉള്ളത്? എയർ ആണുള്ളത്. റൂട്ട് കെ ഓഫ് എയർ ആണുള്ളത്. എയർ എത്ര ദൂരമാ ഉള്ളത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ റൂട്ട് കെ ഓഫ് മീഡിയം എടുത്തിട്ട് അതിന്റെ തിക്നെസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ റൈറ്റ് നൗ ഞാൻ റൂട്ട് കെ ഓഫ് എയർ ആണ് എടുത്തത്. അപ്പൊ എയർ എത്ര എടുത്തുണ്ടോ അതിന്റെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എയർ ഇപ്പൊ എത്ര എടുത്താ ഉള്ളത്? ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ എയർ ഈ ചെറിയ പോർഷനിലും ഈ ചെറിയ പോർഷനിലും അല്ലേ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 6ന്ന് ഈ ആർ ഡാഷ് കുറച്ചാൽ പോരെ? യെസ്. അപ്പൊ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? ആർ മൈനസ് ആർ ഡാഷ് എന്ന് വരും. ആർ മൈനസ് ആർ ഡാഷ് എന്ന് വരും. ഇത് ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. ആർ മൈനസ് ആർ ഡാഷ് എന്ന് എഴുതിയാൽ മാത്രം പോരാ, ദി ഹോൾ സ്ക്വയർ അല്ലെ. ഡിനോമിനേറ്ററിൽ സ്ക്വയർ വരും. ഡിനോമിനേറ്ററിൽ സ്ക്വയർ വരും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പൊ F is equal to 1/4πε0 Q1 Q2 by R സ്ക്വയർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആറിനകത്ത് ചെറിയ മാറ്റങ്ങൾ വന്നേ ഉള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇതാരാ? കെ ഓഫ് എയർ ആണ്. അത് 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ കെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇത് മീഡിയം ആണ്. ക്വസ്റ്റ്യൻ അത് മീഡിയത്തിന്റെ വാല്യൂ നമുക്ക് തരണം. ക്ലിയർ? അപ്പൊ എനിക്ക് ഇക്വേഷനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെ എഴുതാം? F is equal to 1/4πε0 ന്യൂമറേറ്ററിൽ Q1 Q2 ഡിവൈഡഡ് ബൈ എന്ത് വരും? റൂട്ട് കെ ഇൻറ്റു ആർ ഡാഷ് പ്ലസ് ആർ മൈനസ് ആർ ഡാഷ് ആണോ ദി ഹോൾ സ്ക്വയർ. ദി ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതേ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോയാലോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. രണ്ട് ചാർജുകൾക്ക് ഇൻ ബിറ്റ്വീൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് മീഡിയം.
നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആണ് കാണാൻ ചോദിക്കുന്നത്. ഇപ്പം ഇവർക്ക് ഇടയിലുള്ള ഫോഴ്സ് ചോദിച്ചാൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് K1 അല്ലേ? അപ്പൊ എന്താ നമ്മുടെ ഇക്വേഷൻ? റൂട്ട് കെ, അതാരാ ഇവിടെ K1 ആണ്, ഇൻറ്റു അവന്റെ തിക്നെസ് എന്താ? R1 ആണ്, റൂട്ട് കെ R1 പ്ലസ് റൂട്ട് കെ അല്ല റൂട്ട് K1 R1 പ്ലസ് റൂട്ട് K2 R2 the whole square അപ്പൊ n പീസസ് ഉണ്ടെങ്കിൽ, അതായത് n മെറ്റീരിയലുകൾ ഇതിന് ഇൻ ബിറ്റ്വീൻ കൊണ്ട് ഫില്ല് ചെയ്താൽ എന്ത് വരും ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ റൂട്ട് K1 R1 പ്ലസ് റൂട്ട് K2 R2 പ്ലസ് എക്സെട്ര അപ് ടു റൂട്ട് KN RN ദ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? നമുക്കെന്നാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക മക്കളുടെ. ഈ ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ഈസ് f. രണ്ട് ചാർജുകൾ തമ്മിൽ d ഡിസ്റ്റൻസിലായിരുന്നു, അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ f ആണെന്ന് പറയുന്നു. What distance apart should these be kept in same medium? സെയിം മീഡിയത്തിലാണ്, മീഡിയത്തിന് മാറ്റമില്ല. So that force between them is f/2. അതായത് നേരത്തെ ഫോഴ്സ് എഫ് ആയിരുന്നു, ഇപ്പൊ അതേ മീഡിയത്തിൽ നിങ്ങൾ വെച്ചു, ഫോഴ്സ് എത്ര ആയിട്ട് മാറി? f/2 ആയിട്ട് മാറി. അപ്പൊ മീഡിയം മാറിയിട്ടില്ല, അപ്പൊ ആര് മാറും? ഡിസ്റ്റൻസ് മാറും. അപ്പൊ ആ ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഒന്നാമത്തെ കോൺസെപ്റ്റിലേക്ക് ഒന്ന് പോയി. ആദ്യം അവര് d ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ ഫോഴ്സ് എഫ് ആണ്. അപ്പൊ ആ ഇക്വേഷൻ അങ്ങ് എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 1/4πε0. അപ്പൊ അത് ഞാൻ കെ എന്നങ്ങ് വിളിക്കുന്നു. ആ 1/4πε0 മൊത്തത്തിൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ ഞാൻ കെ എന്ന് വിളിച്ചു. കെ ഇൻറ്റു Q1 Q2 ബൈ d സ്ക്വയർ അല്ലെ? Q1 Q2 ബൈ d സ്ക്വയർ. യെസ്. അടുത്ത അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് ഞാൻ എഫ് ഡാഷ് എന്ന് വിളിക്കാൻ പോവാണ്. മീഡിയം ഒന്നും മാറിയിട്ടില്ല, അപ്പം കോൺസ്റ്റന്റ് അത് കെ തന്നെയാണ്. 1/4πε0 അത് കെ തന്നെയാണ്. Q1 Q2 സെയിം, Q1 Q2 സെയിം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചത്, എനിക്കറിയില്ല. അപ്പൊ ഞാൻ d ഡാഷ് സ്ക്വയർ എന്ന് എടുത്തു. ഇനി ക്വസ്റ്റിനകത്ത് അവരൊരു കാര്യം തന്നിട്ടുണ്ട്. ആരെയാ? എഫ് ഡാഷ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എത്ര ആയിട്ട് മാറണം? f/2 ആയിട്ട് മാറണം. അപ്പൊ ഈ എഫ് ഡാഷിനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? f/2 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് എഫിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചുകൂടെ? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ വിളിച്ചു. ഇവിടുന്ന് എഫ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് എഫ് ഇസ് ഈക്വൽ ടു 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2k Q1 Q2 ഡിവൈഡഡ് ബൈ d ഡാഷ് സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എനിക്ക് വിളിക്കാം. ഇക്വേഷൻ 1ന്റെ 2ന്റെ LHS ചെക്ക് ചെയ്താൽ സെയിം ആണ്. അപ്പൊ RHS നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. RHS ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറെ വാല്യൂസ് കട്ടാവും. നമുക്ക് Q1 Q2 ഈ Q1 Q2 കട്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഈ കെയും അതേപോലെ ഈ കെയും എനിക്ക് കട്ട് ചെയ്ത് കളയാം. ക്ലിയർ? അപ്പൊ ഇനിയിപ്പോ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ വാല്യൂസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം റിമൈനിങ് വാല്യൂസ് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ എന്ത് വരും? 1/d സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ d സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ 2 ഡിവൈഡഡ് ബൈ d ഡാഷ് സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? 2 ഡിവൈഡഡ് ബൈ d ഡാഷ് സ്ക്വയർ എന്ന് കിട്ടും. 2 ഡിവൈഡഡ് ബൈ d ഡാഷ് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? നിങ്ങൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. d ഡാഷ് സ്ക്വയർ ഈക്വൽ ടു 2d സ്ക്വയർ വിച്ച് ഇംപ്ലൈസ് d ഡാഷ് ഈക്വൽ ടു റൂട്ട് 2d എന്ന് കിട്ടും. d ഡാഷ് ഈക്വൽ ടു റൂട്ട് 2d എന്ന് കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം, ഓപ്ഷൻ 2. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അത്ര ഡിഫിക്കൽട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഈ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. Two charges of equal magnitude are separated by some distance. If the charges are increased by 10%, to get the same force between them, the separation must be. അതായത് നിങ്ങൾ രണ്ട് ചാർജ് ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്. നമുക്ക് ചുമ്മാ അസംഷൻ എടുക്കാം. ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നത് 2 charges equal magnitude എന്നും പറയുന്നുണ്ട്. റൈറ്റ് നൗ ഞാൻ അസ്യൂം ചെയ്യാണ് എന്റെ കയ്യിൽ ഒരു Q ചാർജ് ഉണ്ട്, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ d ആയിരുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എനിക്ക് F is equal to K into Q1 Q2 Q സ്ക്വയർ
ഡിവൈഡഡ് ബൈ Q1 Q2 എന്നാണ് കേട്ടോ. Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് d സ്ക്വയർ എന്ന് എഴുതാം. ഇനിയും ക്വസ്റ്റ്യനകത്ത് അവരെന്താ പറഞ്ഞിരിക്കുന്നത് ബാക്കി നോക്കിക്കേ. ഇഫ് ചാർജസ് ആർ ഇൻക്രീസ്ഡ് ബൈ 10%, 10%. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇനിഷ്യലി ചാർജ് Q ആയിരുന്നല്ലോ. ഈ ക്യൂവിന്റെ 10% കൂട്ടി എന്ന് പറഞ്ഞാൽ ക്യൂവിനോട് 10% ഓഫ് അതിന്റെ ചാർജ് കൂട്ടി എന്നാണ്. അപ്പൊ എനിക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? Q പ്ലസ് 10%, 10 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അത്രയും Q ആയിട്ട് മാറി. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ എത്ര വരും മക്കളെ? 100Q plus 10Q that is equal to 110Q divided by 100 എന്ന് എഴുതാം. സോ ഇപ്പൊ പുതിയ ചാർജിന്റെ വാല്യൂ 0 കട്ടായി പോകും. 11/10 എന്ന് പറഞ്ഞാൽ 1.1Q ആയിട്ട് മാറി. 1.1Q ആയിട്ട് മാറി. ഇത് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആർക്കെങ്കിലും ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എക്സാം ഹാളിൽ പോയി ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റണം. എങ്ങനെ എഴുതാൻ പറ്റും? ഇനിഷ്യലി ചാർജ് Q ആയിരുന്നു. അപ്പൊ ഇനിഷ്യലി ചാർജ് Q എന്ന് പറഞ്ഞാൽ ഇത് 100% ആണെന്ന് അറിയുക. 100% എന്ന് പറഞ്ഞാൽ 100/100 എന്ന് വെച്ചാൽ ഇത് 1 ആണ്. 100/100 എന്ന് പറഞ്ഞാൽ 1 ആണ്. നിങ്ങൾ 10% കൂടെ കൂട്ടി, അപ്പൊ 1ന്റെ 10% 0.1 ആണ്. 1.1 ആയിട്ട് മാറി. ഇത്രേ ഉള്ളൂ കാര്യം. എങ്കിലും നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞത്. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് കോൺസെപ്റ്റിലേക്ക് കടക്കാം. അപ്പൊ പുതിയ ചാർജ് 1.1Q ആയിട്ട് മാറി. അപ്പൊ റൈറ്റ് നൗ നമ്മുടെ ചാർജ് Q ആയിരുന്നു. അതിപ്പോ എത്ര ആയിട്ട് മാറി? 1.1Q ആണ് ഒരാള്, അടുത്ത ആളും 1.1Q ആയിട്ട് മാറി. സെറ്റ്. ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് വായിക്കണം. 10% കൂട്ടുക മാത്രമാണോ? എന്നിട്ട് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ടു ഗെറ്റ് ദ സെയിം ഫോഴ്സ്. നിങ്ങൾക്ക് ഈ സെയിം ഫോഴ്സ് നേരത്തെ കിട്ടിയിരുന്ന അതേ ഫോഴ്സ് കിട്ടണം. ദെൻ ദ സെപ്പറേഷൻ എത്ര മാറണം എന്നാ ചോദിച്ചത്. സിമ്പിൾ ലോജിക്കൽ ആലോചിച്ച് നോക്കി നമുക്കൊരു കാര്യം പറയാൻ പറ്റും. നിങ്ങൾ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടി. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സിനേക്കാളും വാല്യൂ കൂടും. അപ്പൊ നേരത്തെ ഉള്ള സെയിം ഫോഴ്സ് കിട്ടണമെങ്കിൽ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ അവരെ കൂടുതൽ അകത്തി വെക്കണം. അപ്പൊ ഡിസ്റ്റൻസ് കൂടണം. അപ്പൊ ഇൻക്രീസിങ് ബൈ എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പൊ ഇൻക്രീസിങ് ബൈ 21 അല്ലെങ്കിൽ ഇവനോ ആയിരിക്കണം ആൻസർ. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. യെസ്. ഇവിടെ ശ്രദ്ധിച്ചു. അപ്പൊ പുതിയ ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? K ഇൻറ്റു Q1 Q2. Q1 1.1Q ആണ്, Q2 1.1Q ആണ്. അപ്പൊ അതിന്റെ Q1 Q2ന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ 1.1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.21 വരും. ഇൻറ്റു Q സ്ക്വയർ ഡിവൈഡഡ് ബൈ പുതിയ ഡിസ്റ്റൻസ് എത്ര പെർസെന്റേജ് ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് D' എന്ന് വിളിക്കാം. D' എന്ന് വിളിക്കാം. നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര പെർസെന്റേജ് കൂടി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സെറ്റാണ്. ഇനി ഈ ഫോഴ്സും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇവനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചാൽ നിങ്ങൾക്ക് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ ആരൊക്കെ പോകും? ഇവിടെ ആരൊക്കെ പോകും? ശ്രദ്ധിച്ചിരിക്കണം. ഇക്വേറ്റ് ചെയ്താൽ ഇവിടുന്ന് ഒരു K പോയി, ഇവിടുന്ന് K പോയി. ആണോ? ഇവിടുന്ന് D² പോയി, ഇവിടുന്ന് പോവില്ല. അതാണല്ലോ കാണേണ്ടത്. ഇവിടുന്ന് Q² പോയി, ഇവിടുന്ന് Q² പോയി. വളരെ ഈസി ആയിട്ട് പറയാം. അപ്പൊ LHS ആര് വരും? 1/D². 1 ഡിവൈഡഡ് ബൈ D² വിച്ച് ഈസ് ഈക്വൽ ടു RHS ആര് വന്നു? 1.21 ഡിവൈഡഡ് ബൈ D' എന്ന് വന്നു. അപ്പൊ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ D' ഈക്വൽ ടു 1.21 D² എന്ന് വരും. ഇവന്റെ റൂട്ട് എടുത്താൽ D' ഈക്വൽ ടു 1.21 121ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 121ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 11 ആണ്. അപ്പൊ അത് 1.1 എന്ന് കിട്ടും. 1.1D എന്ന് കിട്ടും. 1.1D എന്ന് കിട്ടും. ഇനി നിങ്ങൾ ഇവിടെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കൂ മക്കളെ. ഇനിഷ്യലി ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആയിരുന്നു. ഇപ്പൊ അത് എത്ര ആയിട്ട് മാറി? 1.1D ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ, 1.1. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ D' എന്ന് പറയുന്നത് 1.1D എന്ന് പറഞ്ഞാൽ ഒരു ഡിയോട് 0.1D ആഡ് ചെയ്യുന്നതല്ലേ? ഒരു ഡിയോട് 0.1D ആഡ് ചെയ്യുന്നതല്ലേ? അതെ. അപ്പൊ ഇവിടെ ഒരു ഡിയോട് 0.1 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.1 എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 100 അല്ലേ? 0.1 എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 100 അല്ലേ മക്കളെ? 10/100 എന്ന് പറഞ്ഞാൽ 10% അല്ലേ? 1% എന്ന് പറഞ്ഞാൽ 1/100. 50% എന്ന് പറഞ്ഞാൽ 50/100. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ
10/100. അപ്പം ഈ എക്സ്ട്രാ വന്ന ഡിസ്റ്റൻസ് എത്രയാ? അത് 10% ആണ് ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓൾറെഡി നമ്മൾ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പം ആ സെയിം ഫോഴ്സ് കീപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസും കൂടണം. ക്ലിയർ? വളരെ ഈസി ആയിട്ട് ആൻസർ പിക്ക് ചെയ്യാം. ഇൻക്രീസസ് ബൈ 10%. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് വളരെ സാവകാശത്തിലാണ്. എവിടെ ഓടി ധൃതി പിടച്ച് ഓടി എന്ന് പോയി എങ്ങനെങ്കിലും ഇത് തീർക്കാമെന്നും പറഞ്ഞ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇതാര് കണ്ടാലും അവർക്ക് മനസ്സിലാവണം. ആര് കണ്ടാലും അവർക്ക് മനസ്സിലാവണം, അവർക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവണം. സെറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2-point charges A and B having charge plus Q and minus Q respectively are placed at a certain distance apart. The force acting between them is F. If 25% of A is transferred to B, the force between the charges become. എനിക്ക് തോന്നുന്നു 2019 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ കയ്യിൽ രണ്ട് ചാർജസ് ഉണ്ട്. ഒരാൾ പ്ലസ് ക്യൂ ആയിരുന്നു, അടുത്ത ആള് മൈനസ് ക്യൂ ആണ്. ക്ലിയർ? ആർ സെപ്പറേറ്റഡ് അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ്. നമുക്ക് ഡി ഡിസ്റ്റൻസിലാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഇനിഷ്യൽ ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2 അല്ലെ? അപ്പൊ അത് ഒരാൾ പ്ലസ് ക്യൂ ആണ്, അടുത്ത ആള് മൈനസ് ക്യൂ ആണ്, ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഇത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് പറയാവുന്ന കാര്യം. പക്ഷെ ക്വസ്റ്റ്യൻ അത് അവർ പറഞ്ഞു, ഇഫ് 25% ഓഫ് A transferred to B. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാർജ് A, ഇതാണ് സെക്കൻഡ് ചാർജ് B. മക്കളെ 25%, ഇത് 100% ഉള്ള ഒരു ചാർജ് ആയിരുന്നു, ഒരു ചാർജ് ക്യൂ ചാർജ്. ഇനിഷ്യലി അത് എത്ര ഉണ്ട്? ഇപ്പൊ എന്റെ ഹൈറ്റ് എത്ര പെർസെന്റേജ്? എന്റെ ഹൈറ്റ് എന്നെ പോലെ ഞാനേ ഉള്ളൂ. എന്റെ ഹൈറ്റ് 100%. ഈ പെന്നിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് ഇത് എത്രയാണെന്ന് വെച്ചാൽ ഇത് അതിന്റെ 100% ഉണ്ട്. ഇത് മേക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്. ക്ലിയർ? അപ്പൊ അതേപോലെ ഈ ക്യൂ ചാർജ് എന്ന് പറഞ്ഞത് അത് ഇനിഷ്യലി അത് 100% ആണ്. ഓക്കെ, അപ്പൊ ഈ 100%ന്ന് 25% റെഡ്യൂസ് ചെയ്യണം. ഇതിന്ന് 25% എടുത്ത് ഇവിടെ കൊടുക്കണമെന്ന്. അപ്പൊ 25% ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 25% ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ 25/100 ക്യൂ എന്നാണ്. അപ്പൊ 25/100 എന്ന് പറഞ്ഞാൽ അത് 1/4 ആണ്. അപ്പൊ ടോട്ടലി ക്യൂ ഉണ്ട്. ഈ ക്യൂവിൽ നിന്ന് 1/4 ഇങ്ങോട്ട് എടുക്കണം. അപ്പൊ 1/4 ഇതിൽ നിന്ന് എടുത്താൽ ഇത് എത്രയായിട്ട് മാറി? 3/4 ആയിട്ട് മാറി അല്ലെ? ടോട്ടൽ ക്യൂവിന്ന് 1/4 എടുത്താൽ അത് 3/4 ആയിട്ട് മാറി ഈ ചാർജ്. ഓ സെറ്റ്. അപ്പൊ നമുക്കത് ചെയ്യാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ആ ചാർജ് സോറി അപ്പൊ ആ ചാർജ് ഒന്നും പോയിട്ടില്ലല്ലോ? ഇല്ല. ആ ചാർജ് 3/4 ആയിട്ട് മാറി. ഈ ചാർജ് 3/4 ആയി. ഇനി എന്താ ചെയ്യണ്ടേ? ഈ 1/4 നിങ്ങൾ എത്രയാണോ എടുത്തത് ഇതിൽ നിന്ന് 25% ഇങ്ങോട്ട് എടുത്തു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് മക്കളെ? 25% ഓഫ് ചാർജ് ട്രാൻസ്ഫേർഡ് ടു ബി, അത് ബിയിലേക്ക് കൊടുക്കണം. ബിയിൽ ഓൾറെഡി എത്ര ഉണ്ട്? ബിയിൽ ഓൾറെഡി മൈനസ് ക്യൂ ഉണ്ട്. ഞാനത് ഈ സൈഡിലോട്ട്, ഇതൊക്കെ ചെറിയ കാൽക്കുലേഷൻ ആയതുകൊണ്ട് ഞാൻ ഈ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയെന്ന് ചെയ്യുവാണ്. കാരണം എനിക്ക് അവിടെ നമുക്ക് സ്പേസ് വേണ്ടതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഡിയിൽ ഓൾറെഡി മൈനസ് ക്യൂ ഉണ്ടായിരുന്നു. ആണോ? മൈനസ് ക്യൂ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ നിങ്ങൾ എത്ര കൊടുക്കണം? 1/4 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എത്ര വരും മക്കളെ? -4 പ്ലസ് ക്യൂ -3q/4 ആയിട്ട് മാറി. അപ്പൊ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയി. അത് -3/4 ആയിട്ട് മാറി. ക്ലിയർ? ഓക്കെ ആണ്. സെറ്റ്. യെസ്. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ചാർജുകളെ ട്രാൻസ്ഫർ ചെയ്തല്ലോ. ഡിസ്റ്റൻസ് മാറിയോ? ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡി എന്ന് എടുക്കാം. സെയിം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ F dash equal to എന്തെഴുതാം? 1/4πε0 Q1 Q2. അപ്പൊ ഇതിന്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതിയല്ലോ. അപ്പൊ എന്നാ വരും? 3/4Q the whole square. Q1 Q2 ക്ലിയർ? ഡിവൈഡഡ് ബൈ R സ്ക്വയർ, ഡിസ്റ്റൻസ് സ്ക്വയർ, ഡി സ്ക്വയർ. ഇവിടെ ഒരു നെഗറ്റീവ് വരും, കാര്യം Q1 Q2 നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് ഒന്നും ഇല്ല. നമുക്ക് നെഗറ്റീവ്
സിമ്പിൾ ഒന്നും ഇവിടെ ഇടേണ്ട കാര്യമില്ല. സോറി, മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞത്. മാഗ്നിറ്റ്യൂഡേ തന്നിട്ടുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ബോധേടാവേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ വാല്യൂ എന്ത് വരും മക്കളെ? നെഗറ്റീവ് അവിടെ മാറ്റി വെച്ചു ഞാൻ. 1/4πε0. 1/4πε0. ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ സ്ക്വയർ ചെയ്താൽ എന്നാ വരും? ഇവിടെ 3/4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/16 എന്ന് വരും. 9/16 q²/d² എന്ന് വരും. q²/d². ഈ 9/16 ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നോക്കിക്കേ. 9/16 ഒഴിച്ച് റിമൈനിങ് ആയിട്ടുള്ള എല്ലാവരും നോക്കി. അതല്ലേ ഇവിടെ കിട്ടുന്നത്? അതല്ലേ 1/4πε0 q²/d². ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ആണോ? അപ്പൊ നെഗറ്റീവ് ഇവിടെ തന്നെ ഇട്ട് വെച്ചോ, ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് വാല്യൂ f' ഈക്വൽ എന്നാ കിട്ടും? 9/16f എന്ന് കിട്ടും. 9/16f എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. 9/16f. ഓപ്ഷൻ 2. ക്ലിയർ? ഇത് പക്കയായിട്ട് മനസ്സിലായോ? ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലായോ? സെറ്റ്. മക്കൾ, ഇതിന്റെ കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 2 point charges placed at a distance r in air. അപ്പൊ നമ്മൾ ഇവിടെ 2 point charges എടുക്കുന്നു. q1 q2 d ഡിസ്റ്റൻസിൽ എടുത്തു. ക്ലിയർ? അവര് തമ്മിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെന്ന് പറയുന്നു. സോ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 q1 q2/r². ഡിസ്റ്റൻസിന്റെ സ്ക്വയർ d² എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദേ എക്സെർട്ട് സെയിം ഫോഴ്സ്. എത്ര ഡിസ്റ്റൻസിലാണ് സെയിം ഫോഴ്സ് എക്സെർട്ട് ചെയ്യണം? എന്താ? പ്ലേസ്ഡ് ഇൻ എ മീഡിയം. ഏതോ മീഡിയത്തിൽ കൊണ്ടുവച്ചു. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ചാർജ് q1 ആണ്. ഇവിടെ ഒരു മീഡിയം ഉണ്ട് അല്ലെ? നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ് ഓൾറെഡി. ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചതാണ്. അത് കാണാതെ സ്കിപ്പ് അടിച്ച് ഓടി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടെ മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് q1 ആണ്. ഇവിടെ ഒരു മീഡിയം ഉണ്ട്. ഈ ചാർജ് q2 ആണ്. ഈ ഡിസ്റ്റൻസ് എനിക്ക് അറിയില്ല. ഞാൻ d' എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസിനെ x എന്ന് അങ്ങ് വിളിക്കാം. ഡിസ്റ്റൻസിനെ x എന്ന് ഇപ്പൊ ഞാൻ വിളിച്ചു. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്താ? F is equal to 1/4πε0 ആണോ? അല്ല, ε0 ഇൻറ്റു k. കാര്യം നമ്മളൊരു മീഡിയം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ε0 ഇൻറ്റു k q1 q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ x ആണ്. x² എന്ന് കിട്ടും. അപ്പൊ നമ്മളോട് പറഞ്ഞ സെയിം ഫോഴ്സ് എക്സെർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. സെയിം ഫോഴ്സ് എക്സെർട്ട് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടിനെ എഫ് എന്ന് വിളിച്ചത്. സോ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ 1/4πε0 q1 q2 1/4πε0 q1 q2 നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? 1/d² ഈക്വൽ ടു 1/k ഇൻറ്റു x². ക്ലിയർ? അപ്പൊ ഇവിടുന്ന് നമുക്ക് എഴുതാം d² ഈക്വൽ ടു k ഇൻറ്റു x². നമ്മളോട് ചോദിച്ചാൽ എന്താ? ന്യൂ ഡിസ്റ്റൻസ് കാണാനല്ലേ? ന്യൂ ഡിസ്റ്റൻസ് കാണാനാണ്. സോ ന്യൂ ഡിസ്റ്റൻസ് x is equal to d/√k. ന്യൂ ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് x ആയിരുന്നു ന്യൂ ഡിസ്റ്റൻസ്. അത് x is equal to ഈ k ഇവിടെ കൊണ്ടുവരുന്നു, റൂട്ട് എടുക്കുന്നു. ഇനി ന്യൂ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. 2 point charges at a distance r എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ എടുത്ത ഡിസ്റ്റൻസ് ആരാണ്? ഇത് r ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ ഡിക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? r എന്ന് കൊടുക്കാം. സോ r/√k എന്നൊരു ഓപ്ഷൻ കിട്ടും. r/√k ഓപ്ഷൻ 3 എടുക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സെഷൻ എനിക്ക് തോന്നുന്നു കുളംസ് ലോ അത് കോൺസെപ്റ്റ് നല്ല ഒരു കോൺസെപ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണമെങ്കിലും സമയമെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ക്ലാസ്സസ് കാണുന്നത് യൂട്യൂബിലാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഡിസംബറിലാണെന്നുമാണ് എൻ്റെ വിശ്വാസം. ഡിസംബറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കണം. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാമിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു കീം എക്സാമിനെ പറ്റി ആലോചിച്ചാൽ നമുക്ക് അങ്ങോട്ട് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഏതാണ്ട് 5 മാസങ്ങൾക്കപ്പുറമാണ് നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അപ്പൊ ആ ഒരു സമയമുണ്ട്, സാവകാശം ഉള്ളത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് പ്രോപ്പറായിട്ട് ഇത് പഠിപ്പിക്കുന്നത്. സമയം ടൈറ്റ് ആണ്. നമുക്കിനി വളരെ 5 മാസം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമൊന്നും അല്ല. ഒരു എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആണ്. സോ പ്രോപ്പറായിട്ട് പഠിക്കുക. പുതിയൊരു ടോപ്പിക്കും വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.